ഒരു രക്ഷയില്ല പടം. എന്താ വെച്ചാൽ ഓഫീസർ ഓൺ ഡ്യൂട്ടി, നമ്മുടെ ചോക്ലേറ്റ് നായകൻ്റെ തകർപ്പൻ പെർഫോമൻസ്, ഒരു രക്ഷയില്ല. കുഞ്ചാക്കോ തകർത്തു. പക്കാ ത്രില്ലർ. ഒരച്ഛനാണെങ്കിലും ശരി, ഒരു ഓഫീസറാണെങ്കിലും ശരി, ഇതാണ് നിയമം, ഇതങ്ങനെ വിധിക്കണം, ഇതാണ് വിധി. അറിയില്ല, ഇപ്പോഴാണ് ഞാനിപ്പോഴാണ് കാണുന്ന പടം. ഭയങ്കര ഹാപ്പിയാണ് ഈ പടത്തിൽ ഭാഗമാകാൻ പറ്റിയത്. ഹാപ്പിയാണ്. പടം ഭയങ്കര ഇഷ്ടപ്പെട്ടു. കിട്ടില്ല, നിങ്ങളെല്ലാവരും മാക്സിമം സപ്പോർട്ട് ചെയ്യണം. എല്ലാവരും തിയേറ്ററിൽ പോയിട്ട് കാണണം. ഉറപ്പായിട്ട് നമ്മളത് കണ്ടതിലും ഭയങ്കര ത്രില്ലിംഗ് എലമെന്റ്സ് ഭയങ്കര കൂടുതലാണ്. കുറച്ചുകൂടി ഭയങ്കര കൊമേഴ്ഷ്യലി ഭയങ്കരമായിട്ട് ഇത് മുന്നിട്ട് നിൽക്കുന്നുണ്ട് പടം. ഒരുപാട് വ്യത്യാസമുണ്ട്. ഒരുപാട് എല്ലാവരും സത്യം പറഞ്ഞാൽ നമ്മൾ ഇത്രയും പ്രതീക്ഷയില്ല. ഈ ഇത്രയും വൈഡായി ഇങ്ങനെ ഒരു പവർ പാക്ക് പെർഫോമൻസ് എനിക്കറിയില്ലായിരുന്നു ഞാൻ ഈ ക്യാരക്ടർ ചെയ്യുമ്പോഴാണെങ്കിലും. പക്ഷെ ഇത് കൊള്ളാം. പടം സീൻ കിടലം പടമാണ്. എല്ലാവരും ചിത്രത്തിൽ ഒരു കിടിലം പെർഫോമൻസ് ആയിരുന്നു. അതിനുശേഷം ഇപ്പോൾ ഈ പടം ഒരു ഇൻവെസ്റ്റിഗേഷൻ കൂടെ പടമാണ്. എല്ലാ ഇൻവെസ്റ്റിഗേഷൻ പടങ്ങളിലും ഒരു അവിഭാജ്യ ഘടകമായി മാറുന്നതായിട്ട് തോന്നുന്നുണ്ടോ? അയ്യോ, എനിക്കറിയാൻ പാടില്ല. കിട്ടുന്ന റോൾ ഞാൻ ചെയ്യണം, അത്രേ ഉള്ളൂ. കോയിൻസിഡൻസ് ആയിട്ടാണ് വരുന്നത്. അതെ, ഉറപ്പായിട്ടും ഒട്ടും പ്രതീക്ഷിക്കുന്നില്ല അങ്ങനെ വരുന്നത്. നല്ല കാര്യം, സന്തോഷമല്ലേ നമ്മളെല്ലാ പടത്തിലും ഭാഗം വന്നത്. ഈ വർഷം ഇപ്പോൾ 3ാമത്തെ പടമാണ്. ഇങ്ങനെയൊക്കെ പടങ്ങളൊക്കെ വരട്ടെ. അപ്പോൾ എല്ലാവരും പടം കാണും ഗൈസ്. ഓക്കെ, കണ്ടിട്ട് പറയണം എങ്ങനെ ഉണ്ടായിരുന്നു എന്ന്. നമുക്ക് ഭയങ്കര മനസ്സ് നിറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും കാണണം. ഒരുപാട് ഞെട്ടിച്ചിട്ടുണ്ട്. ഒരുപാട് നമ്മളിപ്പം കണ്ടുകൊണ്ടിരിക്കുന്നതിൽ നിന്ന് ഒത്തിരി ഞെട്ടിച്ചിട്ടുണ്ട്. അപ്പം കാണണം. ഓക്കെ, ചെക്കി പറയാം. അഭിനയൊക്കെ എങ്ങനെയുണ്ടെന്ന് തോന്നി? ക്രാഫ്റ്റ് ഫോക്കസ്ഡായിട്ടാണ് ചെയ്യുന്നത്. പക്ഷെ ഫൈനലി വന്ന് പടം കാണുമ്പോൾ അത് വേറെ തന്നെ എക്സ്പീരിയൻസ്. നിങ്ങളൊപ്പം ഒക്കെ ഇരുന്ന് കൈകൊട്ടി ഞങ്ങളും കുറെ കൂവി രസമായിരുന്നു. താങ്ക് യു സോ മച്ച്. താങ്ക് യു. അങ്ങനത്തെ ക്യാരക്ടർ കിട്ടിയപ്പോൾ കിട്ടിയത് ചെയ്തു. നമ്മൾക്കിപ്പോൾ അത് ജിത്തു സാറിന് ആഗ്രഹം ക്യാരക്ടർ ഇങ്ങനെ ആവുന്നതായിരുന്നു. അപ്പോൾ നമ്മൾ അതുപോലെ കഷ്ടപ്പെട്ടു ചെയ്തു. അത് ഓഡിയൻസിന് ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. ആക്ച്വലി എടുത്തപ്പോൾ അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ പ്രാക്ടീസ് സെഷനിൽ അവിടെ ഇവിടെയും തട്ടുമുട്ടലൊക്കെ ഉണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു അത് വളരെ സ്വാഭാവികമായിട്ടുള്ളൊരു കാര്യമാണ് നമ്മുടെ. ബട്ട് ആക്ഷൻ, ഫൈനൽ ആക്ഷൻ ഇറ്റ് വാസ് ലൈക്ക് കുറച്ച് നല്ലോണം എനിക്ക് പേഴ്സണലായിട്ട് ഇഷ്ടപ്പെട്ടൊരു ആക്ഷൻ ഉണ്ട് ക്ലൈമാക്സിൽ. അത് ഞാനിപ്പോൾ അധികം പറഞ്ഞാൽ എനിക്ക് തോന്നുന്നത് സ്പോയിലേഴ്സ് ആവും. ബട്ട് താങ്ക് യു സോ മച്ച്. ഇതുവരെയുള്ള പോലെയല്ല, കുറച്ചുകൂടിയും സൂപ്പറാണ്. എനിക്ക് പറയാറില്ല. പ്രത്യേകിച്ച് ചാക്കോച്ചൻ്റെ ഗെറ്റപ്പ് ചേഞ്ച് വേറെ ലെവൽ, ഒന്നും പറയാനില്ല. ഈ ലെവലിലുള്ള ഒരു ചാക്കോച്ചൻ ഒരു സിനിമയിലും കണ്ടിട്ടില്ല. 5ാം വാതിലൊക്കെ ഒരു സാധാ ലെവലാണ്. പക്ഷേ ഇതിലതല്ല, ടോട്ടലി ഗെറ്റപ്പ് ചേഞ്ചാണ്. എല്ലാം കൊണ്ടും മറ്റുള്ള യൂത്തമാരെക്കാട്ടി ടോപ്പിൽ നിൽക്കുന്നൊരു പെർഫോമൻസാണ് എനിക്ക് കാണാൻ പറ്റിയത്. ടോട്ടലി മാറി. ചാക്കോച്ചൻ ആ ചോക്ലേറ്റ് മൂടൊക്കെ മാറ്റിയിട്ട് ഈ ലെവലിലേക്ക് കുറച്ചുകൂടെ തുടർന്ന് പോട്ടെ എന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം അത്രയും നല്ല സൂപ്പർ പെർഫോമൻസ്. ഈ പടമാണെങ്കിലും അതിൻ്റെ സ്റ്റോറി ആണെങ്കിലും എല്ലാം കൊണ്ടും ഒന്നും മോശം പറയാനില്ല, അടിപൊളിയാണ്. എല്ലാം കൊണ്ടും ഗംഭീരം എന്ന് പറഞ്ഞാൽ അതിഗംഭീരം. നല്ലൊരു അടുത്ത അതിനേക്കാളും ഗംഭീര ഒരു സാധനമാണ് വരുന്നതെന്നുള്ള മുഴുവനുള്ളൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. അപ്പം അതുപോലെ തന്നെ ഷാഹി കബീറിൻ്റെ ആ സ്ക്രിപ്റ്റാണ് ശരിക്കും പറഞ്ഞാൽ ഇതിനകത്ത് സ്റ്റാർ എന്ന് പറയുന്നത്. കാരണം അത്രയും പെർഫെക്റ്റ് ആയിട്ട് ഒരാൾ ക്രാഫ്റ്റ് ചെയ്യുമ്പോഴാണ് അത് അടുത്തടുത്ത ലെവലിലേക്ക് വരുന്നത്. ഫസ്റ്റ് സ്റ്റാർട്ടിങ് എപ്പോഴും സ്ക്രിപ്റ്റാണല്ലോ. ഷാഹി കബീറിൻ്റെ ഗംഭീര ഒരു സ്ക്രിപ്റ്റാണ്. പിന്നെ അതിനുശേഷം ജിത്തുവിൻ്റെ ഒത്തിരി എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരാളാണ്, അദ്ദേഹത്തിൻ്റെ ഡയറക്ഷൻ. പിന്നെ മാർട്ടിൻ പ്രക്കാട്ട് ബാക്കപ്പായിട്ട് ഇവർക്ക് എല്ലാവർക്കും ഉണ്ടല്ലോ. അപ്പോൾ പിന്നെ മ്യൂസിക് ഗംഭീരമായിരുന്നു. പിന്നെ ഒരു പുതുമുഖമാണല്ലോ അന്ന എന്നുള്ള റോള് ചെയ്ത ഐശ്വര്യയുടെ പെർഫോമൻസ് ഗംഭീരമായിരുന്നു. പിന്നെ നമ്മുടെ പഴയ കുപ്പിയായിട്ട് കണ്ട കുപ്പിനെ വേറൊരു രീതിയിലാണ് ഇതിനകത്ത് നമ്മൾ കണ്ടത്. എന്തോ എല്ലാം നല്ലതായിരുന്നു. ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു. പിന്നെ ഒരു ടീനേജ് പെൺകുട്ടിയുടെ അമ്മയാണ് ഞാൻ. അപ്പോൾ എൻ്റെ ഒരു ആസ്പെക്റ്റിൽ നമുക്ക് നമ്മുടെ ടീനേജ് കുഞ്ഞുങ്ങളോട് പറയുമ്പോൾ പല കാര്യങ്ങളും അവർക്ക് ഇഷ്ടപ്പെടുകയല്ല, ഉപദേശമായിട്ട് തോന്നും. പക്ഷേ ഈ ഒരു മൂവി കൊണ്ടുവന്ന് ആ മോളുടെ നിങ്ങൾക്ക് ടീനേജ് പെൺമക്കളുണ്ടെങ്കിൽ അവരോടൊപ്പം കൊണ്ടുവന്നിരിക്കുക, ഈ മൂവി കാണിക്കുക, ഈ സമൂഹത്തിൻ്റെ ഇപ്പോഴത്തെ ഇതെന്താണെന്നുള്ളൊരു വ്യക്തമായൊരു നേർക്കാഴ്ച തരുന്നൊരു ചിത്രമാണ്. ഭയങ്കര ചാക്കോച്ചൻ ഐ തിങ്ക് ദിസ് ഇസ് അദ്ദേഹത്തിൻ്റെ കരിയറിലെ വൺ ഓഫ് ദ ടോപ്പ് പെർഫോമൻസ് ആയിട്ട് തന്നെ പറയാൻ പറ്റുന്ന പെർഫോമൻസ് ആയിട്ട് എനിക്ക് തോന്നിയത്. ഭയങ്കര രസമുള്ളൊരു ഇൻറ്റൻസ് പെർഫോമൻസ് ആയിട്ട് എനിക്ക് തോന്നി. പക്ഷേ എനിക്ക് ഇപ്പോൾ കഥ കേട്ടപ്പോഴാണെങ്കിലും സിനിമ കണ്ടപ്പോഴാണെങ്കിലും നായകൻ്റെ സൈഡിലും നമ്മൾ വില്ലന്മാരുടെ സൈഡിലും ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള
റീസൺസ് ഉണ്ട്. അപ്പം അതുകൊണ്ടായിരിക്കാം ആ ഒരു ഇമോഷണൽ ഫാക്ടർ ഉള്ളത് കൊണ്ട് അതിൻ്റെ ടെൻഷനും ആ ഒരു ആക്ഷനും കാര്യങ്ങളൊക്കെ കുറച്ചും കൂടെ എലിവേറ്റ് ആവുന്നുണ്ട്. ഷൈക്ക ബ്രില്യൻസ്, വേറെ ഒന്നും പറയാം. രണ്ടു കൂട്ടരും സ്വന്തം ആളുകൾക്ക് വേണ്ടിയാണ് ഫൈറ്റ് അതെ, എക്സാക്ട്ലി. താങ്ക് യു താങ്ക് യു സോ മച്ച്.